നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ്ങും പിന്നെ അതേപോലെ ഈ ബ്രാൻഡിന്റെ പരിപാടികളും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഇതിപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ ഫോണുകളെല്ലാം നമ്മുടെ ഓപ്പോൻ്റെ പല ഇതൊക്കെ ഇത് ഫ്ലാഗ്ഷിപ്പാണ്. ഇതിപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് വന്ന 2 ഫോണുകളാണ്. ഇതാണ് ലേറ്റസ്റ്റ് X9 Ultra, അതേപോലെ തന്നെ ഇത് X9S. പക്ഷെ നമ്മുടെ ഇതിന് മുന്നേ തന്നതാണ് X9 Pro. ഇതിലാണ് നമ്മുടെ ഈ ടെലിഫോട്ടോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിരുന്നത്. അതിന് സെപ്പറേറ്റ് കേസ് ഉണ്ട്. സിമ്പിളാണ് പരിപാടി. ഈ കേസ് ഇട്ട ശേഷം ഇതാ ഈ ലെൻസ് ജസ്റ്റ് ഇടുക. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എടുക്കുക, ആസ് എ ബ്ലേഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അതേപോലെ തന്നെ ഇതാണ് X8 Ultra. ഇത് നമ്മുടെ ഇന്ത്യയിലില്ല. ഞാൻ ഒരു ഓപ്പോ ക്രിയേറ്ററാണ്. അപ്പോൾ നമുക്ക് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയതാണിത്. സോ ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി പരിപാടികളൊക്കെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്യാമറ ഫോണിന് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തത്. ബാക്കി ബ്രാൻഡിൻ്റെയും അതേപോലെ തന്നെ ഫോൺ ഫോട്ടോഗ്രാഫി ഡീറ്റെയിൽസും നമുക്ക് പിന്നെ പറയാം. ആദ്യം അൺബോക്സിങ് ആവാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതേപോലെ ഈ X9 Proയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ കാട്ടകാമ്പാൽ പൂരത്തിൻ്റെ ഫോട്ടോയാണിത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാവും. അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിന്. അതേപോലെ തന്നെ ഈ പടങ്ങൾ പിന്നെ മസായിമാരെ പോയപ്പെടുത്തൊരു ഫോട്ടോയാണ് ഇട്ടത് കണ്ട. പിന്നെ നമ്മുടെ വൃന്ദാവൻ ഹോളിക്ക് പോയപ്പെടുത്ത ഫോട്ടോയാണത്. ഷാർപ്നെസ് ഒക്കെ കണ്ട. നമുക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ടെലിഫോട്ടോ യൂസ് ചെയ്തിട്ട് എടുത്തതാണ്. ഇത് ശ്രീലങ്കയിൽ നിന്ന് എടുത്തതാണ്. അവിടെ നാഷണൽ പാർക്കിൽ വെച്ചിട്ട് എടുത്തുള്ളതാണ്. യാല അവിടെ വെച്ചിട്ട് എടുത്തുള്ളതാണ്. അതേപോലെ ഇത് മസായിമാറയിൽ നിന്ന് എടുത്തുള്ള ഫോട്ടോയാണ്. അങ്ങനെ ഇത് വെച്ചിട്ടൊരു എക്സിബിഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഫോൺ ഫോട്ടോഗ്രാഫി നല്ലൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ഒരു ക്യാമറ, അതായത് നമ്മുടെ DSLR ക്യാമറ അതും ഫോണും തമ്മിൽ കമ്പയർ ചെയ്യല്ല. നോർമലി ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ മാത്രം ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞുള്ളത്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രിൻ്റ് അടിച്ചാലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇത്രയും കാലം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം. ഓപ്പോ Find X9 Ultra, അതേപോലെ ഒപ്പം നമുക്ക് വേറെ അയച്ചെന്നുള്ളതാണ് ഓപ്പോ Find X9S. ഈ Find X9 Ultra വെയിറ്റ് ചെയ്യാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ X8 Ultra യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 6x സൂം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്പോ Find X9 Ultra'യുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു തരാം. ഇനി നമുക്ക് Find X9S നമുക്ക് അൺബോക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ X9 Ultra'യുടെ അൺബോക്സിങ് കഴിഞ്ഞു. ഇതിലുണ്ടായിരുന്ന ഒരു ചാർജർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സിമ്മ് കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു പിന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു കേസാണ്. ഈ കേസാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത് X9S ആണ് കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് സ്പെക്കോ കാര്യങ്ങളല്ല, ക്യാമറ അതിൻ്റെ ക്വാളിറ്റി, വീഡിയോ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യും. നമുക്ക് കാണാതെ എങ്ങനെ ഉണ്ടെന്ന്. കാരണം ഞാൻ കുറച്ച് കാലമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇതിപ്പോൾ 2 ആഴ്ച മുന്നേ നമ്മുടെ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ അൾട്രാ സീരീസിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. അത് X8 Ultra ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലിത് X8 Ultra ആരും ഉപയോഗിച്ചിട്ടില്ല. എനിക്കും അശ്വിനൊക്കെ ചൈനയിൽ നിന്നാണ്, നമ്മൾ ക്രിയേറ്റേഴ്സാണ് ഓപ്പോൻ്റെ. അപ്പോൾ ചൈനയിൽ നിന്നാണ് നമുക്ക് വന്നത്. സോ ഇവിടെ പലരും
ചോദിച്ചിട്ട് നമുക്കത് എവിടെ നിന്ന് കിട്ടണമെന്ന് പോലും പറയാൻ പറ്റിയിട്ടില്ല. കാരണം നോർത്തിലും കുറച്ച് ക്രിയേറ്റേഴ്സിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഇവിടെ അവൈലബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. ഇനി നമുക്ക് വന്നുള്ളതാണ് ഒപ്പോ ഫൈൻഡ് X9s ട്ടാ. അങ്ങനെ നമ്മുടെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞു. ആക്ച്വലി ഇതൊരു മൊബൈൽ ഫോണിന്റെ റിവ്യൂ വീഡിയോ അങ്ങനെ ഒന്നും തന്നെയല്ല. മൊബൈൽ ഫോണിൽ നമുക്ക് എങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് ഏൺ ചെയ്യാം. ഞാനൊരു ചെറിയ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് കമന്റും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുന്നേ സാംസങ്ങിന്റെ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് 12,000 രൂപയുടെ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ എടുക്കുമ്പോൾ ആ ഫോൺ നമ്മുടെ ഫസ്റ്റ് ടച്ച് ഫോൺ SDS അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട്. അന്ന് നമുക്ക് ആ ഒരു ഫോൺ എടുക്കാൻ പറ്റാത്ത ആ കഷ്ടപ്പാടിൽ നിന്ന് അങ്ങനെ 2024 S24 ലോഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഡൽഹിയിൽ. ഫസ്റ്റ് തന്നെ നമുക്ക് കോള് വരുന്നു, ഇൻവിറ്റേഷൻ വരുന്നു. സാംസങ്ങിന്റെ ഫോണ് ലോഞ്ചിന് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബാർട്ടർ കൊളാബറേഷൻ ആണ്. അതായത് നമുക്ക് ഫോൺ തരും, നമുക്ക് റീൽസും ഫോട്ടോസും ഒക്കെ ചെയ്തു കൊടുക്കണം. ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ വിലയുള്ള ഫോണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എന്താ, നമുക്കൊരു ഫോൺ കയ്യിൽ കിട്ടുകയാണ്, അത്രയും വിലയുള്ള ഒരു ഫോണ്. അങ്ങനെ ഞാനും മല്ലും അശ്വിനും ഓറഞ്ചോക്കും കൂടിയിട്ട് ഡൽഹി പോയി ഇവന്റ് അറ്റൻഡ് ചെയ്തു. നമുക്കൊരു പെട്ടി നിറയെ ഫോണുകൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. നമ്മളത് എടുത്തു. അതിനുശേഷം അവരുടെ പാർട്ടി പരിപാടികളെല്ലാം അറ്റൻഡ് ചെയ്തു. നമുക്ക് 5 സ്റ്റാർ സ്റ്റേ കാര്യങ്ങൾ എല്ലാം, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതേപോലെ ഹോട്ടൽ റൂംസ് ഒക്കെ അവർ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ വിചാരിക്കണ പോലെ അല്ല ലോകം. കാരണം ബാർട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വെച്ചിട്ട് അവർ അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കും. ഇത് ഞാൻ ഇംഗ്ലീഷിൽ സബ്ടൈറ്റിൽ ചെയ്യില്ല, കാരണം എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ കേരളത്തിലെ പിള്ളേർക്ക് മാത്രം മനസ്സിലായി മതി. ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ആർക്കും അറിയും വേണ്ട. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എത്ര രൂപ മേടിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൈസയൊന്നുമില്ല, എനിക്ക് ഫോണ് തരുന്നു പറഞ്ഞു. കാരണം നമ്മളെ സംബന്ധിച്ച് ആ ഫോണ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എന്താ പറയാ സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് മനസ്സിലായി അവൻ ഏകദേശം ഒരു 6 മന്തിന് എത്ര 4 to 6 lakh രൂപ കിളി പോയി ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളപ്പോൾ ഇത്ര റീലുകളും പോസ്റ്റ് ഇടുന്നത് നമ്മളും കൂടെ ഹാപ്പിയാന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ശരിക്കും നമുക്ക് പേയ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സങ്കടം. അങ്ങനെ S24 ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. കുറച്ച് റീലുകളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടു. അങ്ങനെ S25 ടൈമിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞു, കൊളാബറേഷൻ വന്നിട്ടുണ്ട്, ബാർട്ടർ കൊളാബറേഷൻ ആണ്, 12 റീലും 24 പോസ്റ്ററൊക്കെ ഇടണമെന്ന്. അതായത് ജീവിതകാലം മൊത്തം അവർക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ ഫോൺ കിട്ടുന്നു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെയാണ് ഫോണിനായിട്ടുള്ള അതായത് ബാർട്ടർ പരിപാടികൾ ഞങ്ങൾ നിർത്തി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഫസ്റ്റ് ഒരു ബാർട്ടർ കൊളാബറേഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അത് എല്ലാവർക്കും ശരിയാണെന്ന് അറിയില്ല. കാരണം നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ലൈഫിൽ ഇതുവരെ ഒരു ബ്രാൻഡ് പോലും കിട്ടാത്ത എനിക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. സോ അന്ന് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. അതേപോലെ ആ S25 ലോഞ്ച് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞു. കാരണം ബാർട്ടർ കൊളാബറേഷൻ ആണല്ലോ. അതിനുശേഷം ഒരു കൊല്ലം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഒപ്പോ വന്നത്. നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് കേരളത്തിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു. എന്നെ അശ്വിനി സെലക്ട് ചെയ്തു. നമുക്ക് കോൺട്രാക്ട് വൈസ് ഇത്ര റീൽ ഇത്ര പോസ്റ്റ് ചെയ്തിട്ട് 1 year കോൺട്രാക്ട് കിട്ടി. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഫോണായ X8 Ultra അയച്ചു തന്നു. X8 Ultra'യുടെ ഭയങ്കര ഫാനാണ് ഞാൻ. X8 Ultra ട്ടോ 6x പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കാം, നല്ല ഡീറ്റെയിൽസ്. കാരണം മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ വേറെ ബ്രാൻഡുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ 2025 ശേഷം വേറെ നല്ല ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല ക്യാമറയായിട്ട് തോന്നി. പിന്നെ അവരുടെ ലേറ്റസ്റ്റ് ഫോണുകൾ റെനോ സീരീസൊക്കെ ചെയ്തു. അവർ ഓരോ ഇവൻറ്റിന് വിളിക്കും. ഡെറാഡൂൺ, അതേപോലെ മുംബൈ, ഡൽഹി, അങ്ങനെ ഓരോ ഇവൻറ്റിനൊക്കെ കാര്യങ്ങളൊക്കെ വിളിക്കും. നമുക്ക് പാർട്ടി ഉണ്ടാവും. ഇപ്പോൾ ഗോവയിൽ ലാസ്റ്റ് റെനോ സീരീസ് ചെയ്ത് പാർട്ടി ഉണ്ടാവും. അതേപോലെ ലോഞ്ച് ഇവൻറ്റ് ഉണ്ടാവും. നല്ല രസമാണ്, നല്ല വൈബ് പരിപാടികളാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം. പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് നമുക്ക് ജെന്യുവനായിട്ടുള്ള ഫോളോവേഴ്സ്, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കണം. അതായത് ഫേക്ക് ഫോളോവേഴ്സ് കയറ്റരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ്സും ഈ ഏജൻസീസും ഒക്കെ നമുക്ക് ഡയറക്റ്റ് വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യാം. എനിക്ക് പാരലായിട്ട് ഒരു വെഡ്ഡിങ് കമ്പനി ഉണ്ട്, GD വെഡ്ഡിങ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അതാണ്. ഇതൊക്കെ എൻ്റെ പാഷൻ്റെ പുറത്ത് ചെയ്യണതാണ്. എങ്കിൽ കൂടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പിന്നീട് വന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് X9
പ്രോ. ഈ പ്രോയ്ക്ക് ഈ ടെലി കൺവെർട്ടർ ഉണ്ട് കേട്ടോ. ഈ ടെലി കൺവെർട്ടർ വെച്ചിട്ട് നമുക്ക് ഈ കേസ് വെച്ചിട്ട് ടെലി കൺവെർട്ടർ വെച്ചിട്ട് ആസബ്ലേറ്റിൻ്റെയാണ് നല്ല പടങ്ങൾ എടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് ഈ സീരീസിൽ ഞാൻ അങ്ങനെ യൂട്യൂബ് വീഡിയോസോ കാര്യങ്ങളൊന്നും പറയണില്ല. ഇതൊരു തുടക്കമാണ്. അതായത് ഞാൻ ഇതുവരെ റിവ്യൂ വീഡിയോസോ ഇല്ലെങ്കിൽ ഇതേപോലെ തരത്തിലുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പോൾ മൊബൈൽ ഫോട്ടോഗ്രാഫി അതേപോലെ ഇങ്ങനത്തെ ഞാൻ ചെയ്യുന്ന ബ്രാൻഡ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ യൂട്യൂബർ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ പ്രൊഫഷണലായിട്ട് പണ്ട് ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടി ഒന്നുമില്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തുതരാം. ഈ X9 Ultra അല്ലേ, X9 Ultra'യുടെ നല്ല വീഡിയോസ് ഞാൻ എടുത്തുതരാം. ഞാൻ അത്രയും വെയിറ്റ് ചെയ്തു പറഞ്ഞത് തന്നെ ലോഗ് നമുക്ക് അതിലെടുക്കാം, ലോഗ് ഫുട്ടേജ് എടുക്കാൻ പറ്റും. അടുത്ത വീഡിയോയിൽ നോക്കി നോക്കാം. ഓക്കെ.